Welcome, guys. അങ്ങനെ മാറിക്കം ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമ്മു സംഗീത് വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നേരത്തെ കണ്ടതൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോരോ പ്രഹസനങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മോമോസ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മോമോസാണ് കേട്ടോ ഇവിടെ കാട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഗോതമ്പിൻ്റെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറിൽ ആ മാവൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ച് എടുക്കാം കേട്ടോ. ഈ കുഴക്കുന്ന പരിപാടി കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. സാധാരണ ഈ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ മൈദക്ക ആകുമ്പോൾ കുറച്ച് പശപ്പും ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഗോതമ്പ് പൊടി എടുക്കുന്നതിനേക്കാൾ ഭയങ്കര പാടായിട്ടാണ് ഇത് തോന്നിയത്. എന്നാലും ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ലപോലെ അങ്ങ് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണമല്ലോ. നല്ലപോലെ ഇങ്ങനെ കുഴച്ചിരുന്നാലേ കൂടുതൽ സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഒരു 10-15 മിനിറ്റോളം നമുക്കത് മൂടി വെക്കാം. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട്. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം. എല്ലില്ലാത്ത ചിക്കൻ പീസുകളാണെങ്കിൽ കൂടുതൽ എളുപ്പമാണ് കേട്ടോ. എല്ലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചിക്കൻ നല്ലതുപോലെ കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കുക്കറിലിട്ട് 2-3 വിസിലേക്കുമ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അത് എന്നിട്ട് അതിൻ്റെ എല്ല് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ മാംസഭാഗം മാത്രം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചെറുതായി ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് വരും. ഈ ചിക്കനിലേക്ക് കുറച്ച് സവോള എന്ന് വെച്ചാൽ ഞാൻ ഒരു സവോളയാണ് എടുത്തിരുന്നത്, ചെറിയ സവോളയാണ് എടുത്തിരുന്നത്. ആ സവോളയും പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങിയപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ ഇപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട്, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് ആവശ്യമുണ്ട്. 1 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാവരും കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. കൈകൊണ്ട് കുഴയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സവാളയിൽ നിന്ന് വരുന്ന ആ നീരുണ്ടല്ലോ, കൈകൊണ്ട് ഞെരടുമ്പോൾ കൂടുതൽ നീരിറങ്ങി വരും. ആ നീര് ചിക്കനിലായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആകുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. അത് കൂടുതൽ ഫ്ലേവർ കിട്ടാനൊക്കെ നല്ലതാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദേൻ്റെ മാവുണ്ടല്ലോ, അത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കണക്കിന് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ കുറച്ച് മൈദപ്പൊടി തൂക്കിയിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ വെച്ച് നല്ലതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കും. പിന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പരന്ന് വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മാവ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലപോലെ സോഫ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റിയിട്ടോ. പരത്തിയെല്ലാം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഉണ്ടല്ലോ ഈ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ പൊക്കത്ത് വെക്കണ അടപ്പുണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മിക്സ്, അത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഞൊറിവുകളാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഞൊറിവിടാനായിട്ട് ഞാൻ അത്ര മിടുക്കിയൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനത് കണ്ണേട്ടനെയാണ് ഏൽപ്പിച്ചത്. അവൻ ഞൊറിവിടാൻ നല്ല മിടുക്കനായിരുന്നേ. അതുപോലെ ഇങ്ങനെ ചെറിയ ഞൊറിവുകൾ ഇട്ടിട്ട് നടുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. എന്നെക്കൊണ്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഇത്രയും ബോൾസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഞൊറിവിടൽ അത് കുറച്ച് പാടായതുകൊണ്ട് ഷേപ്പൊക്കെ അങ്ങ് മാറ്റി. പിന്നെ മോമോസ് പല ഷേപ്പുകളിൽ കിട്ടുമല്ലോ, അങ്ങനെ പല ഷേപ്പുകളിലാക്കി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് വെക്കാനായിട്ടുള്ള മോമോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് മോമോസ് ട്രൈ ചെയ്തതിൻ്റെയൊക്കെ അപാകതകളൊക്കെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മോമോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചട്നി അല്ലെങ്കിൽ സോസ് എന്ത് വേണമെങ്കിലും പറയാം, അതും കൂടി ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്.
അതിനായിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റ് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടയാനായിട്ടുള്ള ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മോമോസ് ഉണ്ടല്ലോ, അതൊന്ന് ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ആവിയേറ്റെടുക്കാം. ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ച് ആവി കയറ്റുന്നതിന് മുന്നേ അതിൻ്റെ തട്ടുണ്ടല്ലോ, ആവി കയറ്റുന്ന സ്റ്റീം വരുന്നതിന് മുമ്പ് നമ്മളിടുന്ന തട്ട്, അതിൻ്റെ അകത്തേക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തു, ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഓയിൽ തടവി കൊടുത്തിട്ട് മോമോസ് ഒന്നൊന്നായിട്ട് നിരത്തി വെച്ച് അടച്ച് വെച്ച് നല്ലപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അതവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചട്നി അഥവാ സോസ് എന്ത് വേണമെങ്കിലും പറയാം, അത് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ വഴറ്റി മൊരിഞ്ഞ് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കുറച്ചൊന്ന് വിനാഗിരിയും കൂടി ചേർത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ബെസ്റ്റ് സോസാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന സോസിൻ്റെയൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആവിയിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും കേട്ടോ, പ്രത്യേകിച്ച് എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ സോസിനാണ് കുറച്ച് എരിവുള്ളത്, എന്നാലും അത്യാവശ്യത്തിന് പുളിയും ഉപ്പും പഞ്ചസാരയും എല്ലാം ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ അത് ബാലൻസായിട്ട് പോവും. പിന്നെ ഈ മോമോസ് ആവി കയറ്റി കഴിഞ്ഞ് ചിലവരത് ഫ്രൈ ചെയ്ത് കഴിക്കണവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ആക്കുന്നില്ല, ഇത് ഫ്രൈ ആക്കി കൂടി കഴിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാമെന്ന് കരുതിയിട്ടോ. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് പാത്രം കാലിയായത് അറിഞ്ഞില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെ 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 അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.